Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me Cherry. Today in this short video, we are going to say the complete summary and the value points and the main and important and difficult words of this chapter named The Fawn. They had written by ഐസക് അസിമോവ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി അതുപോലെ തന്നെ അതിന്റെ തീം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ഡെഫിനറ്റ്ലി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, ഇതിന്റെ പ്ലോട്ട് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് ഹൗ കമ്പ്യൂട്ടേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡോമിനേറ്റ് ഹ്യൂമൻസ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ കമ്പ്യൂട്ടർ ആക്ച്വലി ഇപ്പൊ തന്നെ എയും മൊബൈലും ഒക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും എന്നതിനെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ്. ഹൗ ട്രഡീഷണൽ സ്കൂൾസ് വിൽ ബി replaced by virtual schools and robotic teachers. ഇപ്പോഴത്തെ ഈ ഒരു ട്രഡീഷണൽ സ്കൂളിനെ എങ്ങനെയായിരിക്കും കമ്പ്യൂട്ടറുകൾ ഓവർകം ചെയ്യുക, അതുപോലെ തന്നെ ടീച്ചർക്ക് പകരം റോബോട്ട്സുകൾ ആവുക എന്നതിനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഹൗ ഡു ഫ്യൂച്ചർ സ്റ്റുഡൻസ് ഈ ട്രഡീഷണൽ സ്കൂൾ, എങ്ങനെയായിരിക്കും ഭാവിയിലെ കുട്ടികൾ നമ്മുടെ പഴയ മീൻസ് അവർ ഭാവിയിലാണെങ്കിൽ അവർ ഭാവിയിൽ ആകുന്ന സമയത്ത് പഴയ ഒരു ട്രഡീഷണൽ സ്കൂളിനെ അവർ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നുണ്ടാവുക. ഡു ദേ ലൈക്ക് വെർച്വൽ ക്ലാസ്സസ്? ഈ ഒരു വെർച്വൽ ക്ലാസ്സസ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവോ? വെർച്വൽ റിയാലിറ്റി ഒക്കെ വന്നിട്ടുള്ള സമയമാണ്. ഇനി അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി വരുന്ന തലമുറക്ക് നമ്മുടെ പഴയ ട്രഡീഷൻ ആക്ച്വലി ഇപ്പോഴുള്ള ഈ ഒരു ട്രഡീഷണൽ അവർക്ക് ഇഷ്ടമാവുക എന്നതിനെ പറ്റി പറയുന്ന ചാപ്റ്റർ ആണ്. ഇതുപോലെ ഇനിയും ധാരാളം ചാപ്റ്റേഴ്സും അതിന്റെ ഇൻട്രൊഡക്ഷനും സമ്മറിയും ഡീറ്റെയിൽസും തീമും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതൊന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, കൂടെ കൂടുക. നെക്സ്റ്റ് വൺ ആക്ച്വലി നമ്മുടെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മാഗി. യെസ്, മെയിൻലി മാഗിയാണ് മെയിൻ ക്യാരക്ടർ. 11-year-old little girl living in the 22nd century and has a habit of writing diaries. ഡയറി എഴുതുന്ന ഒരു ഹാബിറ്റ് ഉള്ള 22ാം നൂറ്റാണ്ട് ആക്ച്വലി ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ഷീ ഹേറ്റ്സ് വെർച്വൽ സ്കൂൾ. വെർച്വൽ സ്കൂൾ അവൾക്ക് തീരെ ഇഷ്ടമില്ല. ആൻഡ് മെക്കാനിക്കൽ ടീച്ചർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ടീച്ചറിനെ ഇഷ്ടമില്ല ആക്ച്വലി റോബോട്ട്. But is interested in knowing the olden era of school. പഴയ കാലഘട്ടത്തിലെ സ്കൂളിനെ പറ്റി അവൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. വിച്ച് മീൻസ് ഇന്നത്തെ കാലഘട്ടത്തെ പറ്റിയിട്ട് ഫ്യൂച്ചറിലെ ഈ ഒരു മാഗി എന്ന് പറയുന്ന മാർജി അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നമ്മളെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ടോമിയാണ് അടുത്തൊരു ക്യാരക്ടർ. 13-year-old ബോയ് ആണ് ആൻഡ് ഫ്രണ്ട് ഓഫ് മാഗിന്റെ ഒരു ഫ്രണ്ടാണ്. He likes reading books and brings an old book to Maggie's house. മാഗിന്റെ വീട്ടിലേക്ക് ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ മാഗിന്റെ വീട്ടിലേക്ക് പഴയ ഒരു ബുക്കുമായിട്ട് വന്ന ഒരാളാണ് നമ്മുടെ ടോമി. യെസ്, മെക്കാനിക്കൽ ടീച്ചർ ആണ് മറ്റൊന്ന്. റോബോട്ടിക്കിന്റെ ടീച്ചർ ആണ്. വിച്ച് ഹാസ് ബ്ലാക്ക് ആൻഡ് അഗ്ലി ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ മെക്കാനിക്കൽ ടീച്ചർ ആണ്, റോബോട്ടാണ്. ആക്ച്വലി അതിനൊരു ബ്ലാക്ക് ലുക്ക് ആണ്, അതുപോലെ അഗ്ലി ലുക്ക് ആണ്. ആൻഡ് ഓൾ ദ ലെസൺസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ബൈ ഹിം. എല്ലാ ക്വസ്റ്റ്യനും ഹോംവർക്ക് ഒക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് കൗണ്ടി ഇൻസ്പെക്ടർ ആണ്, മെക്കാനിക്കൽ. ഓക്കെ, ലിറ്റിൽ മാൻ വിത്ത് റെഡ് ഫേസ് ഉള്ള ഒരു കുഞ്ഞു ആളാണ്. ആക്ച്വലി ഹൈറ്റ് കുറവായിട്ടുള്ള ആളാണ്. ഹാസ് എ ബോക്സ് ഓഫ് ടൂൾസിന്റെ ഒരു ബോക്സ് ഉണ്ട്, ഡയൽസ് ഉണ്ട്, വയർസ് ഉണ്ട്. കാരണം അദ്ദേഹമാണ് ഈ മെക്കാനിക്കൽ ടീച്ചറിനെ റിപ്പയർ ചെയ്യുന്ന ആൾ. യെസ്, ഹി ഫിക്സസ് മാഗീസ് ടെലിവിഷൻ ക്വിക്ലി. അദ്ദേഹത്തിന്റെ ആക്ച്വലി നമ്മുടെ മാഗിയുടെ ടെലിവിഷൻ ആക്ച്വലി കമ്പ്യൂട്ടർ, വി ക്യാൻ സേ ദാറ്റ് ആസ് എ റോബോട്ട്. ആ റോബോട്ടിനെ ഫിക്സ് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ കൗണ്ടി ഇൻസ്പെക്ടർ ആണ്. ഇനി നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ആക്ച്വലി 3 സ്ലൈഡിൽ നമ്മൾ സമ്മറി കംപ്ലീറ്റ് പറയാൻ പോവുകയാണ്. ഈ ചാപ്റ്റർ ഈ ഒരു സമ്മറി പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലോങ് ആൻസർ ആവട്ടെ ഷോർട്ട് ആൻസർ ആവട്ടെ എല്ലാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. സോ ഇനിയും ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക, കാരണം ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യെസ്, ഓക്കെ. അതിന് മുമ്പ് ആക്ച്വലി നേരിട്ട് സമ്മറി പോകുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിലെ ഡിഫിക്കൽട്ട് വേർഡ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ജസ്റ്റ് പറയുന്നില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ജസ്റ്റ് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ജസ്റ്റ് സൂം ആക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്താക്കുക, പഠിച്ചു വെക്കുക. പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെക്കുകയൊക്കെ ചെയ്യാം. പവർ വരണം. യെസ്, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നേരെ തീമിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ സമ്മറി ആണ്. The story opens with Maggie writing in her diary about an old book. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്റെ ഡയറി എടുത്തിട്ട് മാഗി ആ ലെറ്ററിന്റെ മോളും ആക്ച്വലി ഡയറിയിൽ ആ ദിവസത്തെ ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ടോമി ഹാഡ് ഫൗണ്ട്. ടോമി എന്താക്കി ഇങ്ങനെ ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. മാഗി വാസ് റിമൈൻഡഡ് ഓഫ് ഹെർ ഗ്രാൻഡ് ഫാദർ ഹു ഹാഡ് വൺസ് ടോക്ക്ഡ് അബൌട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ. അവളങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ ഗ്രാൻഡ് ഫാദർ, ആ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞതൊക്കെ അവർ ആലോചിക്കുകയാണ്. ഹു വെന്റ് ടു ആൻ ആക്ച്വൽ സ്കൂൾ. അദ്ദേഹം ഒരു ശരിക്കുള്ള ഒരു സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ദി സ്റ്റുഡൻസ് were taught by human teachers. മനുഷ്യന്മാരാണ് അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു എന്താ പറയാ, പ്രാചീന കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ അവളങ്ങനെ ഓർത്തിട്ട് ഡയറിയിൽ എഴുതുന്ന ഒരു സംഭവമൊക്കെയാണ് അതിൽ സ്റ്റാർട്ടിംഗിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ. However, Maggie and Tommy live in the future world. Actually, അവർ താമസിച്ചിരുന്നത് എവിടെയാണ്? ഫ്യൂച്ചറിലാണ്. In the year 2001,
57 where education was completely computerized. എല്ലാ എഡ്യൂക്കേഷനും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ട ഒരു ഫ്യൂച്ചറിലാണ് അവരെന്താക്കുന്നത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. They did not go to school. അവർ സ്കൂളൊന്നും പോയിട്ടില്ല. അവരുടെ സ്കൂൾ എന്നുള്ളത് ബെഡ്റൂം ആണ്. ഇൻസ്റ്റെഡ് ആക്ച്വലി സ്റ്റഡി റൂം ആണ്. ഇൻസ്റ്റെഡ് they had a special study room. അവർക്ക് ഒരു സ്റ്റഡി റൂം ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ ചാദം അവരെ കമ്പ്യൂട്ടറാണ് അവിടെ എന്താക്കുന്നത് പഠിപ്പിക്കുന്നത്. The computer teacher was programmed. അതിനൊരു കറക്റ്റ് ഒരു പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ട് നൽകിയിട്ടുണ്ടാകും. ഇന്നത്തെ AI ടെക്നോളജി ഒക്കെ ആണ് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ടീച്ചറായിട്ട് വരുമോ എന്നറിയില്ല. ഓക്കെ, സെറ്റ് ആക്കാം. ഓക്കെ, ആൻഡ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ഈച്ച് ചൈൽഡ്. ഓരോ കുട്ടിയുടെ നീഡ്സ് അനുസരിച്ചാണ് അതിന്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഒരു കുട്ടിക്ക് ഭയങ്കര ടാലന്റ് ആണെങ്കിൽ അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെസൺസ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. Now and then the computer teacher developed faults. ഇടക്കിടക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഇടക്കിടക്ക് ഫോൾട്ട്സ് ഉണ്ടാക്കും. Because that's a computer. അതൊരു കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. which were fixed by account inspector. അക്കൗണ്ട് ഇൻസ്പെക്ടർ വന്നിട്ട് അത് ഫിക്സ് ചെയ്യും. അദ്ദേഹത്തിന്റെ മറ്റേ ടൂൾ ബോക്സും വയറും സാധനങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹം ഫിക്സ് ചെയ്ത് സെറ്റ് ആക്കി പോകും. ഇടയ്ക്ക് ആ സാധനം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് 2 ദിവസം 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരുള്ളൂ. നിങ്ങൾക്കറിയാം, കഥ കംപ്ലീറ്റ് വായിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. യെസ്, both Tommy and Maggie wondered at the book found by Tommy in his attic. തട്ടമ്പുറത്ത് നിന്നിട്ട് ഈ ബുക്കിനെ പറ്റി അവർ അത്ഭുതപ്പെടുകയാണ്. They wondered at it as they read books on the screen of their computer teacher. ആ ബുക്കിൽ എന്താ പറയുന്നത്? പഴയ കാലത്തെ എക്സാക്ട് സ്കൂളിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ ആ ഒരു ബുക്കിൽ പറയുന്നത്. അവർക്ക് അത്ഭുതം. കാരണം ഇവന്മാർ ഫുള്ളി കമ്പ്യൂട്ടറിലാണല്ലോ. സ്കൂളിൽ നിന്നുള്ള കംപ്ലീറ്റ് സിസ്റ്റം തന്നെ, അവരുടെ യൂണിവേഴ്സ് തന്നെ, അവരുടെ കംപ്ലീറ്റ് യൂണിവേഴ്സും എവിടെയാണ്? ആ സ്ക്രീനാണ്, ആ ഒരു ടാബാണ്, അല്ലെങ്കിൽ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. Maggie felt that the computer teacher was boring. കമ്പ്യൂട്ടർ ടീച്ചർ ഭയങ്കര ബോറിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലായി. Okay, she disliked the mechanical teaching. അവർക്ക് തീരെ ഇഷ്ടമില്ല. And അതിലൂടെ ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് അവർക്ക് തീരെ ഇഷ്ടമില്ല. She also wondered how much fun it would be studying in school. സ്കൂളിൽ പോയി പഠിക്കുകയാണ് എന്ത് രസമായിരിക്കും അല്ലേ എന്ന് അവൾ കരുതുകയാണ്. Studying in a fun way. നല്ല രസത്തിൽ പഠിക്കുന്നു with other children, മറ്റു കുട്ടികളോടുകൂടെ. And that too from a human teacher. അതൊക്കെ പഠിപ്പിക്കുന്ന ആരാ? ഒരു ഹ്യൂമൻ ടീച്ചറാണ്. ആക്ച്വലി ഇത് തന്നെയല്ലേ നമ്മൾ ആക്ച്വലി ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെക്കാനിക്കൽ സംഭവത്തിലൂടെ അല്ലേ? ഈ ഒരു ടാബിലൂടെയാണ്, അല്ലെങ്കിൽ ടിവിയിലൂടെയാണ്, അല്ലെങ്കിൽ മൊബൈലിലൂടെയാണ്, കമ്പ്യൂട്ടറിലൂടെയാണ്. യെസ്, ആക്ച്വലി നമ്മുടെ ഇവിടെ നടത്തുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, അത് എന്താക്കുന്നു? ആക്ച്വലി മെക്കാനിക്കൽ ടീച്ചർ അല്ലെങ്കിലും ഒരു എക്സാക്ട് ഹ്യൂമൻ ബീങ് തന്നെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നു, കോൺസെപ്റ്റ് ഒക്കെ സെറ്റ് ആക്കുന്നു. നമ്മള് പുതിയ ടെക്നോളജി നമ്മൾ കംപ്ലീറ്റ് തള്ളിക്കളയണ്ട, പക്ഷെ അതിനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് ആ ഒരു ട്രഡീഷണൽ സംഭവത്തെ നമ്മൾ എന്താക്കരുത്, ഒരിക്കലും ഒഴിവാക്കരുത്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം, ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് തിങ് യു ഗൈസ് ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ത്രൂ ദ സൈലം. നെക്സ്റ്റ് വൺ. ഇതോടുകൂടി നമ്മൾ സമ്മറി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ തീമാണ്. നമുക്കൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു തീം നമുക്ക് ഓർമ്മ വേണം. ദ നെറേറ്റീവ് ഡീൽസ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു കഥ പറയുന്നത് ഒരു എഡ്യൂക്കേഷന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. വിച്ച് വിൽ ബിക്കം ഇൻക്രീസിംഗ്ലി കമ്പ്യൂട്ടറൈസ്ഡ്. അത് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആകും. ആക്ച്വലി നമുക്ക് പറയാൻ പറ്റും ഡിവൈസ് ബേസ്ഡ് ആകും. ഓക്കെ, ഐസക് അസിമോവ് ഇരുന്ന സമയത്ത് മൊബൈൽ ഒന്നും ഉണ്ടായിരിക്കില്ല, കമ്പ്യൂട്ടർ ആയിരിക്കും അവരുടെ ഭാവി എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മൊബൈൽ വന്നു. ഇനി വെർച്വൽ റിയാലിറ്റി, നമ്മൾ ആപ്പിളിന്റെ ആ ഒരു വിഷൻ പ്രോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് എസ്ട്രേഞ്ച്ഡ് ഫ്രം സോഷ്യൽ ഇന്ററാക്ഷൻ. അവര് സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിപ്പോയി അല്ലെ? ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര സ്ട്രെയിഞ്ച് ആണ്. നമുക്ക് സോഷ്യൽ മീഡിയകളാണ് അല്ലെ? സോഷ്യൽ കൊളാബറേഷൻ ഒക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൊളാബ് ചെയ്യുന്നല്ലാതെ. ഓക്കെ, ആൻഡ് ആക്ച്വലി പരസ്പരം ആൾക്കാരോട് സംസാരിക്കുന്നത് സ്ട്രെയിഞ്ച് ആയി മാറിയിരിക്കുന്നത്. The author's message is one of warning against the danger of computerized homeschooling. Computerized homeschooling-ന്റെ ഡേഞ്ചേഴ്സിനെ പറ്റിയിട്ട് നമ്മളെ അവബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഐസക് അസിമോവ് ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. which deprives children of benefits of the personal interaction between students and teachers. ആക്ച്വലി അത് എന്താക്കുന്നു? കുട്ടികളും മറ്റൊരു വിദ്യാർത്ഥികളുമായിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനെ എന്താക്കുന്നു? ഭംഗം വരുത്തുന്നു. അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു അവസരം നഷ്ടപ്പെടുത്തുന്നു. which help them develop social skills. അവർക്ക് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻസ് വേണം, ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ഷൻസ് വേണം. അതൊക്കെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ഇല്ലാതാക്കുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തള്ളി പറയുകയാണ് ആക്ച്വലി ഐസക് അസിമോവ്. പക്ഷെ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിൽ സെറ്റ് ആയിരിക്കും അല്ലെ? നമ്മൾ ഇതുപോലെ ഇനിയും ധാരാളം ലൈവുകൾ നടത്തുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഓരോ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടും നിങ്ങൾക്ക്
നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ട് ലൈവുകൾ നടത്തും. അതിന്റെ ഒക്കെ സ്ലൈഡ്, ഇതുപോലത്തെ സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല, PDF ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. അത് ത്രൂ നിങ്ങൾ എന്താക്കുക, ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് സ്ലൈഡും നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇതിന്റെ അല്ല, ഇനി വരുന്ന ലൈവുകളുടെ. സോ അതുപോലെ തന്നെ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. സോ വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ് വേണ്ടത് എന്നുള്ളത് കമന്റ് ചെയ്തോ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ് ഇതുപോലെ ഇത്രയും സിമ്പിൾ ആയിട്ട് സെറ്റ് ആയിട്ട് ഫുൾ മീനിങ്ങോട് കൂടി സെറ്റ് ആക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കോമെന്റ് ചെയ്യാം. അത് മാത്രമല്ല, ഹൗ വാസ് എ ക്ലാസ്, ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ വാസ് വീഡിയോ, ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ വാസ് ഇറ്റ്, ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും ജസ്റ്റ് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങളുടെ എക്സാക്ട് ആൻഡ് CBSE സ്റ്റുഡൻസിനായിരിക്കും. അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ പഠിക്കട്ടെ. ഒരൊറ്റ ചാപ്റ്റർ ഇത്രയും സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്, സെറ്റ് ആക്കുക, പവർ ആക്കുക. താങ്ക് യു. ലെറ്റ്സ് സീ another video with another session. Until then, it's a bye. It's me, Jamshad, signing off from Silam Learning. Bye bye.